ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെവൽ ക്രോസ് ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ലെവൽ ക്രോസ് എന്ന സിനിമ. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ ഈ മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പ്രധാന വേഷങ്ങൾ എന്ന് പറയും മൂന്ന് കഥാപാത്രങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന അർഫാസ് അയ്യൂബാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സൈക്കോളജിക്കൽ ഒരു മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ത്രില്ലർ എന്നൊന്നും പറയാനില്ല, ഒരു സൈക്കോളജിക്കൽ ഡ്രാമ മൂവിയാണ്, ഒരു മിസ്റ്ററി ഡ്രാമ മൂവിയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ഈ സിനിമ ഒരു വിജനമായ ഒരു സ്ഥലത്താണ് കാണിക്കുന്നത്. നമ്മുടെ ആസിഫ് അലിയുടെ കഥാപാത്രം എന്നുള്ളത് ഗേറ്റ് കീപ്പറാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്ന ട്രെയിനുകളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അത് ഒരു ട്രെയിൻ പോകുന്നത് കാണിക്കുന്നുള്ളൂ. ഒരു ചെറിയൊരു ഒരു ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു സംഭവം അതേ ഉള്ളൂ അവിടെ. പിന്നെ ഒരു പൊളിഞ്ഞൊരു കാറ്, അപ്പുറത്തൊരു കിണർ, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു വിജനമായ സ്ഥലമാണ്, ആരും വരാത്തൊരു സ്ഥലം. അത്രയും ഒരു ആടുജീവിതത്തിലെ ഒരു മരുഭൂമി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ദിവസം ഒരു ട്രെയിൻ പോകുന്ന സമയത്ത് ആ ട്രെയിനിൽ നിന്ന് അമലാപ്പോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം വീഴുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേർക്കും എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഇവരുടെ കഥകളാണ്, ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കഥകളാണ്, ഇവരുടെ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. അത് ഏത് വിശ്വസിക്കണം, ഏത് നമ്മൾ വിശ്വസിക്കാതിരിക്കണം എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഒരു കിടില ഇന്റർവൽ ടെസ്റ്റ് ഉണ്ട്. ഇന്റർവൽ എത്തിയ സമയത്ത് ഞാൻ വിചാരിച്ചത് എന്ത് ഒരു സാധാ ഒരു പടം പോലെ തന്നെയാണല്ലോ, എന്താണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇന്റർവെൽ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇതേപോലെ തന്നെ ഡ്രാമയാണ്. ഇവരുടെ ഡയലോഗ് കാര്യങ്ങൾ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കാതിരിക്കണം നമുക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ആവും. ലാസ്റ്റ് ഒരു 20 മിനിറ്റ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഇതില്ല, ഭയങ്കര കൺഫ്യൂഷനാണ് ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ഉള്ളത്. ആ ഒരു 20 മിനിറ്റ് ഭയങ്കരമായിരുന്നു എന്നുള്ളതാണ്. അതുവരെ ഭയങ്കര സ്ലോ ആണ് സിനിമ പോയത്. പിന്നെ ഒരു 1.25 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് സിനിമ, ഒരു മണിക്കൂർ 40 മിനിറ്റ് എടുത്തിട്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ക്ലൈമാക്സ് സത്യം പറയുന്ന ഒരു നോർമൽ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ എനിക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയാം. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക്, പിന്നെ ഒരു നോർമൽ പ്രേക്ഷകന് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു സ്പൂൺ ഫീഡിങ് അല്ല ഈ സിനിമ എന്നുള്ളതാണ്. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ മൂവി അല്ല. ആ രീതിയിൽ ഒരു ആസിഫ് അലിയുടെ ഒരു പടം ചില്ലായിട്ട് കാണാം. ആ ഒരു രീതിയിൽ നമ്മൾ ഈ സിനിമയെ സമീപിച്ച് കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഈ സിനിമയിൽ പോസിറ്റീവായി തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെർഫോമൻസ് ആയിരുന്നു. ആസിഫ് അലിയുടെ പെർഫോമൻസ് ആയിരുന്നു പൊളി പെർഫോമൻസ് ആണ്, കിഡിലൻ പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ആ ഒരു പുഞ്ചിരിയൊക്കെ ഒന്ന് പറയണം, എന്താ രസം. പിന്നെ ഓരോ ഡയലോഗ് പറയുന്ന സമയത്ത് ഒരു മുഖം കൊണ്ട് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. കുറച്ചു നേരം മുഖം കൊണ്ട് കാണിച്ചിട്ടാണ് അദ്ദേഹം ഡയലോഗിലേക്ക് ആ ഒരു കഥാപാത്രമായി മാറുകയാണ് അയാൾ. നടത്തായിക്കോട്ടെ, ചിരി ആയിക്കോട്ടെ, ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ആസിഫ് അലിയുടെ കഥാപാത്രം എന്നുള്ളത്. പിന്നെ അടുത്തൊന്ന് എടുത്ത് പറയേണ്ടത് ഷറഫുദ്ദീൻ്റെ കഥാപാത്രമാണ്. വലിയ സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊന്നുമില്ല, പൊളിച്ചിട്ടുണ്ട് എന്ന് പറയാം. സൂപ്പറായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓരോ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നുള്ളത് അമലാപ്പോളാണ്. അമലാപ്പോൾ എന്താ പറയുക, ഇവരെ അടുത്ത് നിന്നും എന്താ പറയുക, ഇവർ രണ്ടുപേരും അഭിനയിച്ച് തകർക്കുകയാണ്. അതിനിടയിൽ കുടുങ്ങിപ്പോയതുപോലെ തോന്നി അമലാപ്പോളിൻ്റെ കഥാപാത്രം എന്നുള്ളത്. ഇടയ്ക്ക് കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതാണ്. പിന്നെ ഫ്രെയിം വർക്കുകൾ, ക്യാമറ ആ സംഭവങ്ങൾ, പിന്നെ ആ ആർട്ട് വർക്ക് സംഭവമൊക്കെ അടിപൊളിയാണ്. ഇതിൽ ഏത് സ്ഥലമാണെന്നും പറയുന്നില്ല, ഏതോ ഒരു സ്ഥലമാണ്. പിന്നെ എന്താ പറയുക, പേരൊന്നും പറയുന്നില്ല, സ്ഥലത്തിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ടുണീഷ്യയിൽ വെച്ചാന്ന് തോന്നുന്നു ഈ സിനിമ പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. കുറച്ചുള്ള ഇൻ്റർവ്യൂസിലൊക്കെ കാണാനിടയായത്. മ്യൂസിക്കൊക്കെ നല്ല വൃത്തി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ഡയലോഗ് തന്നെ, അതായത് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ സിനിമയുടെ സ്വഭാവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഒരു ഡയലോഗ് തന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു ഡയലോഗ് വരുന്നത് എന്നുള്ളതാണ്. ആസിഫ് അലിയുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ പേര് കൊടുക്കുമ്പോൾ ആസിഫ് അലിയുടെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡെയിലി റുട്ടീൻസുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു പോകുന്നത്. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നിന്നാണ് സിനിമയുടെ കഥ പറയുന്നത് എന്നുള്ളതാണ്. ഒരു സ്പൂൺ ഫീഡിങ് അല്ല ഞാൻ പറഞ്ഞു. പിന്നെ ഒരു വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പിന്നെ അതുപോലെ തന്നെ സ്ലോ ടൈപ്പ് ഡ്രാമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, സ്പൂൺ ഫീഡ് അല്ലാതെ ഇതുപോലുള്ള കിളി പോകുന്ന രീതിയിലുള്ള ക്ലൈമാക്സിലൊക്കെ കിളി പോകുന്ന എന്താ നമുക്ക് ചിന്തിച്ച് കൂട്ടണം എന്താ സംഭവിക്കുന്നുള്ളത്. പിന്നെ ശരിക്കും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കാണേണ്ടി വരും, എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്
ഇത് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സംഭവമാണ്. സ്ലോ ആണ്, ഭയങ്കര സ്ലോ ആണ്. ഭയങ്കര സ്ലോ പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആ ഒരു കഥ പറച്ചിലാണ് കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നത്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ്, വൈഡ് ആംഗിൾ ഷോട്ടുകൾ, അതായത് ഈ ഫ്രെയിം, അതുപോലുള്ള സംഭവങ്ങൾ, ഈ ടെക്നിക്കൽ സൈഡ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ നമുക്ക് ഇഷ്ടപ്പെടും. അതായത് ഒരു സാധാരണ പ്രേക്ഷകന് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ്. എനിക്കൊരു ആവറേജ് അനുഭവമാണ് ഈ സിനിമ സമ്മാനിച്ചത്. ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ് ഞാൻ സിനിമ കാണാറുള്ളത്. എനിക്ക് വലിയൊരു കഴിവ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ. അപ്പോൾ സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് അനുഭവമാണ് സമ്മാനിച്ചതെന്നുള്ളതാണ്. എന്തായാലും ലാസ്റ്റ് ഒരു 20 മിനിറ്റ് അടിപൊളിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ടിസ്റ്റ് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാം, ഒരു വ്യത്യസ്ത സിനിമയാണ്. ആസിഫ് അലിയുടെ കിഡ്ലം പെർഫോമൻസ് കാണണമെങ്കിൽ, ഷറഫുദ്ദീൻ്റെ കിഡ്ലം പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നത്. ഒരു 1.25 മണിക്കൂറെ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. പക്ഷേ എന്നാലും വളരെ സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നതാണ്. ഇൻട്രോ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഈ സിനിമയിൽ ഒരു കഴുതയെ കാണിക്കുന്നുണ്ട്. ആസിഫ് അലിയുടെ കഥാപാത്രം സംസാരിക്കുന്ന ഒരു കഴുതയെ കാണിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സിഗ്നൽ എന്നാണ് പറയുന്നവർ. ശരിക്കും ഈ ഒരു കഴുത എന്നുള്ളത് പ്രേക്ഷകരെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് എന്താണെന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിൽ ഇവരുടെ പേരുകൾ, പിന്നെ പേര് മറന്നുപോയി, ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരാണ് ഈ സിനിമയിൽ ഇവരുടെ പേരുകളൊക്കെ. ആസിഫ് അലി ചോദിക്കുന്നുണ്ട്, ആസിഫ് അലി അതിൽ പറയുന്നുണ്ട്, ആ ഒരു ഡയലോഗും പറയുന്നുണ്ട്, മരുന്നുകളെ പേര് പോലെ ഉണ്ട് എന്നുള്ളത്. സത്യം പറയാതെ അങ്ങനെയൊക്കെ തോന്നിയിരിക്കും. പേരുകളൊക്കെ ഒരു വ്യത്യസ്തമായിരുന്നു. കണ്ടു നോക്കാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.